അപ്പോൾ ഞങ്ങൾ രാവിലെ നടക്കാൻ ഇറങ്ങി കേട്ടോ. ഇപ്പോൾ 2026 ആയപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ശീലങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. അതിൽ ഒന്നാണ് രാവിലെ എണീറ്റ് നടക്കാൻ ഇറങ്ങണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു എക്സസൈസ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരണമെന്ന് ഞാൻ ഓർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട് രാവിലെ. അപ്പോൾ എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ബിഗ് ടാസ്ക്കായിട്ട് തോന്നിയത് നേരത്തെ എണീക്കുക എന്നതാണ് കേട്ടോ. അത് കുറച്ച് നാൾ എനിക്കൊരു വലിയൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. നേരത്തെ എണീക്കാനായിട്ട് ഭയങ്കര പാട് തന്നെയാണ്. പിന്നെ ഒരു മാസം അത് ഞാൻ ഹാബിറ്റ് അങ്ങനെ കൊണ്ടുവന്നു. പിന്നെ ഇത് ഇപ്പം കുഴപ്പമൊന്നുമില്ല, നേരത്തെ അറിയാണ്ട് തന്നെ നമ്മൾ കണ്ണ് തുറന്ന് പോകുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും നല്ലൊരു എക്സസൈസ് അതിൻ്റെ കൂടെ കണ്ടിന്യൂ ചെയ്യണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഇപ്പോൾ ഒരു മാസമായിട്ട് ഇങ്ങനെ തന്നെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗിൽ എൻ്റെ ലൈഫിൽ കൊണ്ടുവന്ന ചെറിയ ചെറിയ നല്ല മാറ്റങ്ങളുണ്ടല്ലോ, അതൊക്കെയാണ് ഞാൻ പകർത്തി വെച്ചേക്കുന്നത്. അപ്പം നിങ്ങൾക്കത് ഇഷ്ടപ്പെടും. ഇന്ന് നല്ല തണുപ്പുള്ള ദിവസമായിരുന്നു കേട്ടോ. പക്ഷെ അത് കുഴപ്പമില്ല, അത് നോക്കിക്കൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശീലം നമ്മൾ പിന്നെയും മാറ്റി വെക്കേണ്ടി വരും. പിന്നെ ഞാൻ വിചാരിക്കുന്നത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ വന്നത്, കാരണം അല്ലെങ്കിൽ പണി വാളും. നമ്മൾ നടന്നിട്ടൊക്കെ പോയിട്ട് വന്ന് ഫ്രഷായി ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഞാൻ നടന്നിട്ട് പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും നമ്മുടെ വാവച്ചിക്കുട്ടി എണീച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വാവച്ചിനെയും കുളിപ്പിച്ചു. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട വാവച്ചി അല്ലേ? അപ്പം ഞാനും ഫ്രഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇന്നലെ ഞാൻ ഓവർനൈറ്റ് ചെയ്തിട്ടുള്ള ഓട്സാണ് കഴിക്കാൻ പോകുന്നത്. വാവച്ചിക്ക് ഓട്സ് കഴിക്കും ഇഷ്ടമാണോ? വാവച്ചിക്ക് ഓട്സ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് എനിക്ക് ഞാൻ പറഞ്ഞിട്ട് നീ പറഞ്ഞു. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഓട്സും പിന്നെ ഒരു മുട്ടയാണ് കേട്ടോ. ചിലപ്പോൾ എനിക്ക് ഓട്സ് കഴിച്ചിട്ട് വയറ് നിറഞ്ഞില്ലെങ്കിൽ എന്നോർത്തിട്ട് ഞാൻ മുട്ട ഓൾറെഡി പുഴുങ്ങാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ. അപ്പം വാവച്ചി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ? എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞേ. എനിക്ക് പൊടി മൂത്രമായിട്ടുണ്ട്. അതാണോ പറഞ്ഞത്? ഇത് ഓ അതൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ കൂട്ടാ. പിന്നെ എത്ര അമ്മമാരുണ്ട്? ഒരമ്മയല്ലേ ഉള്ളൂ? എന്തത് വാവച്ചി കോമഡി ആയിപ്പോയി, വാവച്ചി കോമഡി ആയിപ്പോയി. അപ്പോൾ നല്ല വിശപ്പുണ്ട്. ഇനി നമുക്ക് ഓട്സ് കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ ഓവർനൈറ്റ് വെച്ചത് ഓട്സും അതിൻ്റെ അകത്ത് ഞാൻ 2 ബനാന എടുത്ത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഇടും കേട്ടോ. ഇനി എല്ലാം കൂടെ കട്ട് ചെയ്തതും ഓട്സും കൂടെ ചേർത്ത് ഞാൻ മിക്സ് ചെയ്യും കേട്ടോ. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഒരു ടേസ്റ്റ് നല്ല രസമാണ്. എനിക്കിപ്പോഴേ കൊതി വന്നിട്ട് വയ്യ. ഇനി ഇതിൻ്റെ അകത്ത് കുറച്ച് തേനും കൂടെ ആഡ് ചെയ്യും കേട്ടോ, നല്ല ടേസ്റ്റ് വരാനായിട്ട്. പിന്നെ ഒരു പുഴുങ്ങിയ മുട്ടയും ഓട്സുമാണ് കേട്ടോ എന്നെൻ്റെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ കഴിക്കാം നമുക്ക്. ഇനി എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ സമാധാനത്തിൽ ഇങ്ങനെ ടേസ്റ്റി ഫുഡ് ഇങ്ങനെ കഴിക്കാൻ കിട്ടുന്ന ഒരു സമയമുണ്ടല്ലോ, അതും സമാധാനത്തിൽ ഇരുന്ന് കഴിക്കണം കേട്ടോ. അതാണ് എൻ്റെ പൊന്നെ എനിക്ക് ഏറ്റവും രാവിലെ എനിക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ സമയം. അതെനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ളതൊരു കാര്യമാണ് കേട്ടോ. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനും വാവച്ച എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സാധനമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അന്ന് കഴിച്ച് കഴിയുകയാണെങ്കിൽ, നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിയുകയാണെങ്കിൽ എൻ്റെ കാര്യമാണേ, അന്നത്തെ ദിവസം അടിപൊളിയായിരിക്കും. ബിക്കോസ് എനിക്ക് കുറേ എക്സ്പീരിയൻസ് അങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കഴിക്കാൻ നന്നായിട്ട് പറ്റിയില്ല. ചിലപ്പോൾ എനിക്ക് സ്കിപ്പ് ചെയ്യാം, ചില സമയത്ത് കഴിക്കാൻ പറ്റിയില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം പോയി കിട്ടും. ലഞ്ചും ഡിന്നറും ഒന്നും കറക്റ്റായിട്ട് കിട്ടത്തില്ല കേട്ടോ. അപ്പം ഇന്നെന്തായാലും നല്ലൊരു അടിപൊളി ദിവസമായിരിക്കും അല്ലേ വാച്ചി? അല്ലേ അല്ലേ? എങ്ങനെയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് വാച്ചിടെ? അല്ല വാച്ചി എന്താ കഴിച്ചത്? പിന്നെ ഒരു എഗ്ഗും. ഓക്കെ. അപ്പം ആക്ച്വലി ഇന്ന് നമ്മുടെ വ്ളോഗ് ഒരു മിനി വ്ളോഗായിരുന്നു കേട്ടോ. അതായത് 2026 ആയപ്പോഴത്തേക്കും കുറച്ച് എൻ്റെ ലൈഫിൽ കുറച്ച് നല്ല നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ജനുവരി ആയപ്പോഴത്തേക്കും ഞാൻ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്ന് തുടങ്ങി. അപ്പം ഇപ്പോൾ ഫെബ്രുവരി ആണ്. അപ്പം അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഓരോ വ്ളോഗിലായിട്ട് ഞാനത് ചിലപ്പം എന്താ പറയുക വ്ളോഗായിട്ട് കാണിക്കുന്നതായിരിക്കാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ നമ്മുടെ ഒരു ചെറിയൊരു
മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പം രാവിലെ നടക്കാൻ പോയി, പിന്നെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ എത്രയും വേഗം ഞാൻ നെക്സ്റ്റ് ഒരു അടിപൊളി വ്ളോഗായിട്ട് വരാം കേട്ടോ. അപ്പം അതുവരെ എല്ലാവർക്കും ബൈ ബൈ, ടാറ്റ പറക്കും ഞാൻ. ബൈ ബൈ.